ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യെശയ്യാ പ്രവചനത്തിൽ നിന്ന് അവസാനത്തെ മെസ്സേജാണ് ഈ മാസത്തെ. അടുത്ത മാസം യെരമ്യാ പ്രവചനമാണ് നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രയേലിൻ്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു സാധാരണ മനുഷ്യനെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്ന വാക്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. യാക്കോബിനെ നോക്കിക്കൊണ്ട്, യാക്കോബിൽ കൂടെ യാക്കോബിൻ്റെ തലമുറകളെ മുഴുവനും കണ്ടുകൊണ്ട് കർത്താവ് പറയുകയാണ്: യാക്കോബേ, ഞാൻ നിന്നെ സൃഷ്ടിച്ചവനാണ്, ഞാൻ നിന്നെ നിർമ്മിച്ചവനാണ്. പ്രൈസ് ഗോഡ്. നിന്നെ ക്രിയേറ്റ് ചെയ്തു, നിന്നെ ഫോം ചെയ്തു. പ്രൈസ് ഗോഡ്. ലോകത്തുള്ള സകല മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചതാണ്, ക്രിയേറ്റഡ് ബൈ ഗോഡ്. എന്നാൽ യാക്കോബിനോട് പറയുന്നു, നിന്നെ സൃഷ്ടിക്കുക മാത്രമല്ല, ഞാൻ നിന്നെ നിർമ്മിച്ചു, ഫോം ചെയ്തു. പ്രൈസ് ഗോഡ്. സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഇല്ലാത്തതിൽ നിന്ന് ഉളവാക്കുക. ഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ ഉള്ളതിനെ രൂപാന്തരപ്പെടുത്തുക. പ്രൈസ് ഗോഡ്. കർത്താവ് യാക്കോബിനോട് പറയുകയാണ്: ഞാൻ നിന്നെ സൃഷ്ടിച്ചവനാണ്, ഞാൻ നിന്നെ ഫോം ചെയ്തവനാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ഫോർമേഷൻ അതാണ് നമ്മെ ഈ നിലയിൽ എത്തിച്ചത്. പ്രൈസ് ഗോഡ്. ചിലർ എഞ്ചിനീയറായി, ചിലർ ഡോക്ടറായി, ചിലർ ബിസിനസ്സുകാരായി, ചിലർ കമ്പനി തൊഴിലാളികളായി. പ്രൈസ് ഗോഡ്. ചിലർ മന്ത്രിമാരായി, ചിലർ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, പ്രസിഡന്റായി. ജനിച്ചപ്പോൾ ഇതൊന്നുമായിരുന്നില്ല. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മറ്റൊന്നും ചെയ്യാൻ അറിയാത്ത, കൈകാലിട്ടടിച്ച് കരഞ്ഞ് വിലപിക്കുന്ന, ഒരു സഹായവുമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത, ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളായിരുന്നു നമ്മളെല്ലാവരും. പ്രൈസ് ഗോഡ്. അനേക സാഹചര്യങ്ങളിൽ കൂടെ നമ്മുടെ ബാല്യകാലം കടന്നുപോയി. പുറകോട്ട് തിരിഞ്ഞ് നോക്കി, നമ്മുടെ ചെറുപ്പകാലം അനേക സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയി, അനേക പ്രതികൂലങ്ങളിൽ കൂടെ കടന്നുപോയി, അനേക സന്തോഷങ്ങളിൽ കൂടെ കടന്നുപോയി, അനേക ദുഃഖങ്ങളിൽ കൂടെ കടന്നുപോയി. അപകടത്തിൻ്റെ അടിയിൽ നിന്ന് ദൈവം വിടുവിച്ചവിടെ ഇരിപ്പുണ്ട്. പ്രൈസ് ഗോഡ്. മരണത്തിൻ്റെ വക്കിൽ നിന്ന് വിടുവിച്ചവരോട് ഇരിപ്പുണ്ട്. എനിക്ക് വേദപുസ്തകം വായിച്ചെന്ന് സഹായിക്കുന്ന പാസ്റ്റർ ബാബു ജോൺ എറണാകുളത്ത് നിന്ന് ആലുവയിലേക്ക് പോകുന്ന വഴിക്കുള്ള മാർത്താണ്ഡവർമ്മ പാലം കഴിഞ്ഞിറങ്ങുന്ന ഇറക്കത്ത് ഏത് വർഷമായിരുന്നു? ഏത് വർഷത്തിലായിരുന്നു? 1993 പറവൂർ കവല ആ ഭാഗത്ത് വെച്ച് താൻ ഓടിച്ചിരുന്ന കൈനറ്റിക് ഹോണ്ട എന്ന് പറയുന്ന സ്കൂട്ടറുമായിട്ട് ഒരു ലോറിയുമായിട്ട് നേരിട്ട് ഇടിച്ചു. വണ്ടി അടിയിൽ പോയി.
വണ്ടി ലോറിയുടെ അടിയിൽ പോയി. അവിടെ ഇരിക്കുന്നവർ മുഴുവൻ പറഞ്ഞു, ആളും തീർന്നു, വണ്ടിയും പോയി. ഓടിക്കൂടിയവർ മുഴുവനും ലോറിയുടെ അടിയിൽ നോക്കുകയാണ്, ഈ ആൾ എവിടെ കിടക്കുന്നു. പക്ഷെ ബാബുജൻ മാറി നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാനിവിടെ ഉണ്ടെന്ന്. ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂട്ടർ ഓടി ലോറിയുടെ അടിയിലോട്ട് പോകുമ്പം അതിൽ നിന്ന് ഏത് അഭ്യാസം കാണിച്ചാണ് ചാടി റോഡിന്റെ ഫുട്പാത്തിൽ നിൽക്കാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഒരഭ്യാസവും നടക്കാത്ത സ്ഥാനത്ത്, ഒരഭ്യാസവും ഫലിക്കാത്ത സ്ഥാനത്ത് ദൈവം നമ്മെ സഹായിച്ചാൽ, പ്രൈസ് ഗോഡ്. ബാബുച്ചാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ആരോ എന്നെ എടുത്തു പൊക്കിയതുപോലെ ആ സ്കൂട്ടറിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന് നിർത്തി. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്രയെത്ര ആപത്തുകളിൽ നിന്ന്, എത്രയെത്ര അപകടങ്ങളിൽ നിന്ന്, എത്രയെത്ര കഷ്ടങ്ങളിൽ നിന്ന്, എത്രയെത്ര വേദനകളിൽ നിന്ന്, എത്രയെത്ര ദുഃഖങ്ങളിൽ നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ, ഇങ്ങനെയുള്ള അനുഭവങ്ങളുടെ ഒരു പട്ടിക തന്നെ നമുക്ക് എഴുതാൻ കാണും. ഹല്ലേലൂയ. എൻ്റെ അനുഭവം പറഞ്ഞാൽ 1971 ഒരു ഇതുപോലുള്ളൊരു ഫെബ്രുവരി മാസം കാലം, ജനുവരി ഫെബ്രുവരി മാസം കാലം, എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എൻ്റെ 2-3 ഫ്രണ്ട്സ് വന്നു. ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വന്നു. വീട്ടിൽ അത്താഴം എടുത്തു വെക്കുന്നതിന് സമയമാകുന്നതിന് മുമ്പ്, ഊണ് കഴിക്കുന്ന തൊട്ട് മുമ്പ് ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങൾ പുഴയിൽ പോയി കുളിച്ചിട്ട് വരാം. വരാപ്പുഴക്കായൽ ഞങ്ങളുടെ വാതുക്കലാണ്. ഞങ്ങളെല്ലാവരും കൂടെ പുഴയിൽ പോയി കുളിച്ചിട്ട് വരാം. ഞങ്ങൾ കുളിക്കാനായിട്ട് പോയി. കടവിൽ ചെന്നു. ഞാൻ പതിവായിട്ട് പണ്ട് ചെയ്തിരുന്നത് പോലെ, എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്നും പുഴയിൽ കുളിക്കുമായിരുന്നു. എന്നാൽ എഞ്ചിനീയറിങ്ങിന് പോയ ശേഷം 1-2-3 കൊല്ലമായിട്ട് കുളിക്കാറുമില്ല, നീന്താറുമില്ല. പക്ഷേ പതിവ് പോലെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഒറ്റ സ്ട്രെച്ചിനങ്ങ് നീന്തി ഏതാണ്ട് ഈ ഹോളിൻ്റെ പകുതിക്ക് അങ്ങ് ദൂരം വരെ എത്തി. പ്രൈസ് ഗോഡ്. നിലയില്ലാത്ത പുഴയിൽ പെട്ടെന്ന് എൻ്റെ മസിൽ ക്രാമ്പ് ചെയ്തു. അതിനു മുമ്പ് എന്നും നീന്തുമായിരുന്നു, പക്ഷേ 2-3 വർഷമായിട്ട് നീന്തിയിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് തണുത്ത വെള്ളത്തിൽ കുറച്ച് നീന്തി കഴിഞ്ഞപ്പം മസിൽ ക്രാമ്പ് ചെയ്തു. 2 കാലിൻ്റെ മസിൽ അങ്ങോട്ട് ക്രാമ്പ് ചെയ്തു. വെട്ടിക്കയറി, വേദനയോണ്ട് പുളയത്തക്കോണം വെട്ടിക്കയറി. പ്രൈസ് ഗോഡ്. നീന്തൽ അറിയാവുന്നവർക്കറിയാം, മസിൽ ക്രാമ്പ് വന്നാൽ കല്ല് പോലെ വെള്ളത്തിൽ താഴുകയല്ലാതെ രക്ഷപ്പെടത്തില്ല. ഞാൻ മനസ്സിലാക്കി. എൻ്റെ കൂടെ വന്ന പിള്ളേർക്ക് ആർക്കും നീന്തൽ അറിയത്തില്ല. അവർ മുട്ടിന് വെള്ളത്തിൽ നിന്ന് കുളിച്ചോണ്ടിരിക്കുക. ഞാൻ മാത്രം അവരെ കാണിക്കാൻ വേണ്ടി വലിയ ഗമയ്ക്ക് ചാടിയതാണ്. ഞാനൊരു കാര്യം മനസ്സിലാക്കി, എൻ്റെ ജീവിതം ഇവിടെ തീരുകയാണ്. പക്ഷേ ദൈവമക്കളെ, തീർന്നില്ല. രാത്രിയുടെ ജീവനോടെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചത് ഞാൻ ഓർക്കുന്നു. ആരോ എന്നെ എടുത്ത് താങ്ങി നിർത്തുന്നത് പോലെ ഞാൻ ആ വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന് എൻ്റെ മസിൽ നേരെ ആയി കഴിഞ്ഞപ്പോൾ പതുക്കെ തുഴഞ്ഞ് കരയിൽ കയറി. രാത്രി പുറകോട്ട് തിരിഞ്ഞ് നോക്കി. ദൈവം വിടിവിച്ച അനുഭവങ്ങൾ, ദൈവം വിടിവിച്ച സന്ദർഭങ്ങൾ, ദൈവം വിടിവിച്ച സമയങ്ങൾ എന്തിനായിരുന്നറിയാമോ? എന്നെയും നിന്നെയും നിർമ്മിക്കാൻ, ഫോം ചെയ്യാൻ. പ്രൈസ് ഗോഡ്. നമ്മൾ സാധാരണക്കാരല്ല. നമുക്ക് വേണ്ടി ഒരുവൻ വില കൊടുത്തിട്ടുണ്ട്. നമ്മളെ വിടുവിക്കുവാൻ വില കൊടുത്തു, രക്ഷിക്കുവാൻ വില കൊടുത്തു, സഹായിക്കുവാൻ വില കൊടുത്തു. അതുകൊണ്ട് ഇന്ന് രാത്രി ആരോഗ്യമുള്ളവരായി, സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി നമ്മൾ ഇവിടെ നിൽക്കുന്നു. ഓർത്ത് ഓർത്ത് എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. എന്റെ ദൈവം എനിക്ക് എത്ര നല്ലവൻ. പ്രൈസ് ഗോഡ്. ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടല്ല രക്ഷപ്പെട്ടത്. ബാബുച്ചാൻ രക്ഷപ്പെട്ടത് ബാബുച്ചാന്റെ കഴിവ് കൊണ്ടല്ല. ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ കഴിവ് കൊണ്ടല്ല. പ്രൈസ് ഗോഡ്. ഞാൻ അറിയാതെ ഒരുവൻ വന്ന് എന്നെ സഹായിച്ചു. ഇന്ന് രാത്രി ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രതികൂലങ്ങൾ കൂടെ കടന്നുപോയ സമയത്ത് അറിയാതെ ഒരുവൻ വന്ന് എന്നെ സഹായിച്ചു. ഒരു ശക്തി വന്ന് എന്നെ സഹായിച്ചു, ഒരു വ്യക്തി വന്ന് എന്നെ സഹായിച്ചു എന്ന അനുഭവമുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി വിടുവിക്കാൻ കഴിവുള്ള ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പല 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 അനുഭവങ്ങൾ കൂടെ കടന്നാണ് നമ്മൾ ഇപ്പം ആയിരിക്കുന്ന ഈ നിലയിൽ എത്തിയത്.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ബ്രിസ്ബെയിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് സിഡ്നിയിൽ നിന്ന് ഫ്ലൈറ്റിൽ പോവുകയാണ്. ബ്രിസ്ബെയിനിൽ നിന്ന് ലാൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ എയർപോർട്ടിൽ നിന്നും പെർമിഷൻ കിട്ടുന്നില്ല. കാരണം ശക്തിയായ മഴ, ഇടിവെട്ടും മഴയും. ഞങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് പേടിയാകുന്ന മഴ. ഏതാണ്ട് 1/2 മണിക്കൂറിൽ കൂടുതൽ വട്ടം ഇടുകയാണ്. പൈലറ്റ് പറഞ്ഞു ഇറങ്ങാനുള്ള ക്ലിയറൻസ് കിട്ടുന്നില്ല. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, യെസ് വി ഗോട്ട് ക്ലിയറൻസ്, വി ആർ ലാൻഡിങ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സാധാരണഗതിയിൽ ഒരു പ്ലെയിൻ തിരിയുന്നത് സ്റ്റിയറിംഗ് ഒന്നുമില്ല, പ്ലെയിൻ ചെരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെരിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് തിരിയും, ഇങ്ങനെ ചെരിഞ്ഞാൽ ഇങ്ങനെ തിരിയും. പ്രൈസ് ഗോഡ്. ലാൻഡ് ചെയ്യാൻ വേണ്ടി, തിരിയാൻ വേണ്ടി പ്ലെയിൻ ചെരിഞ്ഞു കുറച്ച്. പ്രൈസ് ഗോഡ്. അപ്പം ഇങ്ങനെ വരാനാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു പൈലറ്റ്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ പ്ലെയിൻ വല്ലാതെ ഒലയുന്നു. ഞാൻ നോക്കിയപ്പോൾ കാഴ്ച കണ്ടു. എൻ്റെ ജനലിൻ്റെ നേരെ താഴെ എനിക്ക് സിറ്റി ലൈറ്റ് കാണാം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയ പ്ലെയിൻ ഇങ്ങനെയായി. അല്പം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങും എയറോനോട്ടിക്സും ഒക്കെ അറിയാവുന്ന എനിക്ക്, ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ പ്ലെയിൻ ക്രാഷ് ചെയ്യാൻ ഇനി താമസമില്ല. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു പോയടി എന്ന് പറഞ്ഞു. പക്ഷെ ദൈവത്തിന് സ്തോത്രം, ചില സെക്കൻഡുകൾക്കുള്ളിൽ ആരോ സഹായിച്ചതുപോലെ പിടിച്ചു നേരെയാക്കി ഫ്ലൈറ്റ് നേരെയായി. ഞാൻ വിശ്വസിക്കുന്നു എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം അന്ന് രാത്രി തൻ്റെ ദൂതനെ അയച്ച് നേരെയാക്കിയതാണ്. നിങ്ങളെയും എന്നെയും ഇതുപോലെ എത്ര 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 അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, തീയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് വിടിവിച്ച് രക്ഷിച്ച് ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചു. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോ, നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ, വൻ ശോധനാവേളയിൽ തീച്ചൂളയിൽ നടുവിൽ, വൻ ശോധനാവേളയിൽ തീച്ചൂളയിൽ നടുവിൽ ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോ, ചാരത്തണച്ചു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ, നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോ, നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. അങ്ങനെ നോക്കിയ വർണ്ണിക്കാൻ സാധ്യമല്ലാത്ത വിധം, എണ്ണിക്കൂടാതെ വണ്ണം ആമേൻ എൻ്റെ ദൈവത്തിൻ്റെ സഹായം ഞാൻ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, അനുഭവിച്ചിട്ടുള്ളവർ ഒരു സ്തോത്രം പറയാമോ? അതെ, നമ്മൾ അനുഭവിക്കാനിടയായി, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കാനിടയായി, നമ്മുടെ കൂട്ടാളികൾ അനുഭവിക്കാനിടയായി, നമ്മുടെ വീട്ടുകാർ അനുഭവിക്കാനിടയായി, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കാനിടയായി. അതുകൊണ്ടാണ് നമ്മെ നിർമ്മിച്ച ദൈവത്തെ ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല, ബിൽഡപ്പ്, നമ്മളെ അവൻ ബിൽഡ് ചെയ്തു. അനേകം ആമേൻ പ്രൈസ് ഗോഡ് വ്യക്തികൾക്ക് ലഭിക്കാത്ത സാഹചര്യങ്ങൾ തന്ന്, സന്ദർഭങ്ങൾ തന്ന്, ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, പദവികൾ തന്ന്, അനുഭവങ്ങൾ തന്ന് നമ്മെ ബിൽഡ് ചെയ്തു.
നമ്മൾ അറിയുന്നില്ല. ആ ദൈവത്തെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സ്നേഹിച്ച് ആരാധിക്കാൻ നമുക്ക് തന്ന ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോഴോ യാക്കോബേ, ഒന്നുകൂടെ വായിച്ച വാക്യം, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്നിട്ട് 7 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. യാക്കോബിനോട് വ്യക്തിപരമായി ദൈവത്തിന് പറയാനുള്ള 7 കാര്യങ്ങൾ. 1, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നീ നഷ്ടപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് നിന്ന്, നശിച്ചു പോകേണ്ട സ്ഥാനത്ത് നിന്ന്, ഇല്ലായ്മയായി പോകേണ്ട സ്ഥാനത്ത് നിന്ന്, ഈ ലോകം വിട്ട് പോകേണ്ട സ്ഥാനത്ത് നിന്ന് നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. യാക്കോബേ, നീ ഭയപ്പെടണ്ട. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ദൈവം എന്നെ ഇതുപോലെയൊക്കെ സഹായിച്ചെന്നുള്ള ഓർമ്മ വരുമ്പോൾ സംഭവിക്കേണ്ട ഒരു കാര്യം എന്നറിയാമോ? ഉള്ളിൽ നിന്ന് ഭയം പോകണം. ഏത് ഭയം? ഇന്ന് അനേകരുടെ ഭയം എന്നറിയാമോ? എനിക്ക് എന്ത് സംഭവിക്കും, നാളെ എനിക്ക് എന്ത് സംഭവിക്കും, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, അടുത്ത മാസം എനിക്ക് എന്ത് സംഭവിക്കും, ഈ കാര്യം ഇങ്ങനെ അങ്ങോട്ട് പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും, ഈ രോഗത്തിൻ്റെ അവസാനം എന്താകും, ഈ പ്രശ്നത്തിൻ്റെ അവസാനം എന്താകും, ഈ പ്രതികൂലത്തിൻ്റെ അവസാനം എന്താകും. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ ഒരു ദൈവമുണ്ടെങ്കിൽ അവനത് കൈകാര്യം ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ടോടെ ഇന്ന് രാത്രി പ്രൈസ് ഗോഡ് ഭയങ്ങൾ മാറ്റുവാൻ ദൈവം നമ്മെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒരിക്കലും ഒരാളോട് ചോദിച്ചു, ഒരു ഇംഗ്ലണ്ടിൽ ഒരു മനുഷ്യനോട് ഒരാൾ ചോദിച്ചു, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നിനക്ക് ഭയമില്ലേ? എനിക്കിതിനാ പേടി. അല്ല, നാളെ നടക്കുന്ന കാര്യങ്ങൾ, മറ്റന്നാൾ നടക്കുന്ന കാര്യങ്ങൾ നിനക്ക് അറിയത്തില്ല, എന്താ സംഭവിക്കുമെന്ന് അറിയത്തില്ല, നിനക്ക് നാളെയെക്കുറിച്ച് ഒരു ആകുല ചിന്തയില്ലേ, ഭയമില്ലേ? പുള്ളി പറഞ്ഞ മറുപടി ഒരു ഗദ്യത്തിലല്ല, പദ്യത്തിലൊരു മറുപടി കൊടുത്തു. ആ പാട്ടിൻ്റെ വരികൾ വലിയ പ്രസിദ്ധമായി തീർന്നു. ആ പാട്ട് അതെന്നെ പലപ്പോഴും ബലപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: Many things about tomorrow I don't see to understand, but I know who holds tomorrow, but I know who holds my hand. Many things about tomorrow I don't see to understand, but I know who knows tomorrow, but I know who holds my hand. നാളെ കുറിച്ച് പല കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല, പക്ഷേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഒരുവന് നാളെയെക്കുറിച്ച് അറിയാം. അവൻ എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. നാളെയെക്കുറിച്ച് അറിയില്ല, എനിക്ക് എന്ത് സംഭവിക്കുന്നത് അറിയത്തില്ല, പക്ഷെ നാളെയെക്കുറിച്ച് അറിയാവുന്ന ഒരുവൻ എൻ്റെ കരം പിടിച്ചിട്ടുള്ള വിശ്വാസമുള്ളവന് ഭയമില്ല. ഇന്ന് രാത്രി ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഭയത്തെ പുറത്താക്കി മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നമ്മുടെ മലയാളത്തിൽ അതിന് തുല്യമായിട്ട് എഴുതി: നാളെയെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കരുതേണ്ട. നാളെയെ നനച്ചു നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്നു കരുതേണ്ട. കാലമെല്ലാം നമ്മെ കാതെ കൈവിടുമോ? മനമേ ചഞ്ചലമെന്തിനാ, കരുതാൻ വല്ലഭനില്ലയോ മരവീരനായി. മനമേ ചഞ്ചലമെന്തിനാ. അപ്പം ഒരു ചഞ്ചലിപ്പുമില്ലാതെ ജീവിക്കുവാൻ ആർക്ക് സാധിക്കും? ദൈവം എൻ്റെ കരം പിടിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുള്ളവന്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സത്യം ഇവിടെ നോക്കി, ഇവിടെ ഫീഡ്ബാക്ക് ഇല്ല. ആമേൻ.
ദൈവം നിന്റെ കരം പിടിച്ചിരിക്കുന്നു. നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ ദൈവം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രണ്ടാമത് പറയുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. കട്ടത്തിലും പ്രയാസത്തിലും ഉണ്ടല്ലോ, ഈ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമാണ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 39, 40, 41 വാക്യങ്ങൾ ശ്രദ്ധിച്ച്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 39, 40, 41. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. കല്ല് നീക്കുവിനെന്ന് യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. കർത്താവെ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും, നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് പറഞ്ഞില്ല. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി കാണണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. പക്ഷെ അതാ ബുദ്ധിമുട്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി കാണണമെങ്കിൽ വിശ്വസിക്കണം, അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും നോക്കി കാണുമ്പോൾ, പ്രകൃതിയിൽ നോക്കുമ്പോൾ, അനുഭവത്തിൽ നോക്കുമ്പോൾ, വീട്ടിലെ പ്രശ്നങ്ങൾ നോക്കുമ്പോൾ, നാട്ടിലെ സംഭവങ്ങൾ നോക്കുമ്പോൾ, ഇത് ഓരോന്നും വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഈ ദൈവം വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു ദൈവമാണ്. ആ ഒരു ഫെയ്ത്ത് വ്യാപരിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. വായിച്ചോ. അവർ കല്ല് നീക്കി, യേശു മേലോട്ട് നോക്കി. അവർ കല്ല് നീക്കി, യേശു മേലോട്ട് നോക്കി. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറേ പുറത്തു വരിക എന്നുറക്ക വിളിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരൊറ്റ വിളി. അടുത്ത വാക്യം, മരിച്ചവൻ പുറത്തു വന്നു. പ്രൈസ് ഗോഡ്. ഞങ്ങള് ഇസ്രായേലിൽ പോയപ്പോൾ ലാസറിനെ ഉയർപ്പിച്ച ആ കല്ലറ കാണാനിടയായി. സത്യം പറഞ്ഞാൽ ഇത് വായിച്ചാൽ നമുക്കത് മനസ്സിലാകത്തില്ലാതെ എത്ര വലിയൊരു അത്ഭുതമായിരുന്നു. അഡ്വക്കേറ്റ് പോൾ മാത്യുവിനോട് ഞാൻ പറഞ്ഞു, പോൾ മാത്യു, നമുക്കിതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് എണ്ണണമെന്ന് പറഞ്ഞു. 32 സ്റ്റെപ്പുണ്ട് ആ കല്ലറയിലേക്ക്. പാറയിൽ വെട്ടിച്ച ആ കല്ലറയിൽ ഡെഡ് ബോഡി കൊണ്ടുപോയി വയ്ക്കാനൊരു പ്ലാറ്റ്ഫോമുണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ എത്തണമെങ്കിൽ 32 സ്റ്റെപ്പ് ഇറങ്ങി വേണം ചെല്ലാനായിട്ട്. പ്രൈസ് ഗോഡ്. അപ്പം നിങ്ങൾ വിചാരിക്കും, ഈ ഡെഡ് ബോഡി, ലാസറിൻ്റെ ഡെഡ് ബോഡി, താഴെ കിടക്കുന്ന ഡെഡ് ബോഡി ജീവൻ വെച്ച് യേശുവിൻ്റെ വിളിയെങ്കിൽ വെളിയിലോട്ട് വരണമെങ്കിൽ 32 സ്റ്റെപ്പും 62 സ്റ്റെപ്പും ഒരുപോലെയാണല്ലോ നിങ്ങൾ ചിന്തിക്കും. ഞാനതിൻ്റെ ദൂരമല്ല പറഞ്ഞത്, ആ സ്റ്റെപ്പിൻ്റെ പ്രൈസ് ഓറിയൻറ്റേഷൻ. പ്രൈസ് ഗോഡ്. ആ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ഇവിടെയാണ് കല്ലറയുടെ വാതിൽക്കലെങ്കിൽ ഇതിലെ ഇങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇങ്ങനെ തിരിയും, യു പോലെ തിരിഞ്ഞിട്ട് വീണ്ടും താഴോട്ടിറങ്ങിയാണ് ഈ സ്റ്റെപ്പിൽ പ്ലാറ്റ്ഫോമിൽ ചെല്ലുന്നത്. അതായത് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ ഇവിടെയാണ് പ്ലാറ്റ്ഫോം. പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫസ്റ്റ് വളവ്, ലെഫ്റ്റിലേക്കൊരു വളവ്, അത് കഴിഞ്ഞ് വീണ്ടും ലെഫ്റ്റിലേക്കൊരു വളവ്, അത് കഴിഞ്ഞ് വീണ്ടും ലെഫ്റ്റിലേക്കൊരു വളവ്, 3 ടേണിങ് കഴിഞ്ഞാണ് താഴെ ചെല്ലുന്നത്. ഈ സ്റ്റെപ്പ് അങ്ങനെ വെട്ടിയിരിക്കുന്നത്, കല്ലറയുടെ സ്റ്റെപ്പ് മതിലിനോട് ചേർത്ത് വെട്ടിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഒരു ടണലിൽ കൂടെ കയറുന്നത് പോലെ, ഇങ്ങനെ യു ഷേപ്പിൽ കിടന്ന ഒരു ടണലിൽ കൂടെ കയറുന്ന പോലെ വേണം നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ. യേശു കല്ലറ മാറ്റിയിട്ട് ലാസറേ പുറത്തു വരുവീൻ എന്ന് പറഞ്ഞ നിമിഷം നിങ്ങൾ മനസ്സിലാക്കണം. മാർത്ത പറഞ്ഞ തന്നെ 39 വായിച്ചേ. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത, കർത്താവെ നാറ്റം വെച്ചു തുടങ്ങി. എപ്പോഴെന്നറിയാം, യേശു കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞപ്പോൾ മാർത്ത പറയുകയാണ്, കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി.
4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. 4 ദിവസമായല്ലോ. 4 days. ഒരു ഡെഡ് ബോഡി. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾക്കൊരു ഫ്യൂണറൽ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ 2 സഹോദരന്മാർ 2 ഫ്യൂണറൽ അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ആ ബോഡി മോർച്ചറിൽ നിന്ന് എടുത്തിട്ട് 4 മണിക്കൂറിൽ കൂടുതൽ തുറന്ന് വയ്ക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞാൽ ഞാൻ ബോഡി ഏൽപ്പിച്ചത്. 4 മണിക്കൂർ കഴിഞ്ഞ് പ്രൈസ് ഗോഡ് മുന്നോട്ട് പോയാൽ ചെവിയിൽ നിന്ന് ഒലിക്കാൻ തുടങ്ങും വെള്ളം, മൂക്കിൽ നിന്ന് ഒലിക്കാൻ തുടങ്ങും. കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമ്മൾ മൂക്ക് പൊത്താതെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ആ പ്രദേശത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം കഴിഞ്ഞ് നോക്കിയാൽ പുഴു അരിക്കാൻ തുടങ്ങും. 4 ദിവസം കഴിയുമ്പോൾ ശരീരത്തിലെ മാംസങ്ങൾ മുഴുവനും അഴുകിക്കാണും. 4 ദിവസം കഴിയും. സഭാപ്രസംഗി വ്യക്തമായി പറയുന്ന, ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ഒന്നൊന്നൊന്നായി ജീർണിക്കുന്നതും നശിക്കുന്നതും മണ്ണോട് മണ്ണ് ചേരുന്നതും. ആദ്യം ബ്രെയിൻ, പിന്നെ സ്പൈൻ, പിന്നെ ഹാർട്ട്, പിന്നെ ലങ്സ്, പിന്നെ ഹാർട്ട്, അങ്ങനെ ഒന്നൊന്നായി ദ്രവിച്ച് 4 ദിവസം കഴിയുമ്പോൾ വികൃതമായി ചീഞ്ഞളിഞ്ഞ ഒരു ശരീരമാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ജീവൻ കൊടുക്കാൻ കഴിവുള്ളവൻ, സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ, നിർമ്മിക്കാൻ കഴിവുള്ളവൻ, ഒരൊറ്റ വിളി, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു യാക്കോബേ എന്ന് പറഞ്ഞ കർത്താവ് അവിടെ നിന്നുകൊണ്ട് വിളിച്ചു, ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീർണിച്ച് ചീഞ്ഞ് നാറ്റം വെച്ച് കിടന്ന പ്രൈസ് ഗോഡ് ഹാർട്ട് ചലിക്കാൻ തുടങ്ങി, ലങ്സ് ചലിക്കാൻ തുടങ്ങി, പ്രൈസ് ഗോഡ് ശരീരത്തിലെ ഓരോ അവയവങ്ങളും ചലിക്കാൻ തുടങ്ങി. തീർന്നില്ല, ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ ഈ ശവശരീരം ജീവനോടെ പ്രൈസ് ഗോഡ് വെളിയിൽ വന്നു. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. എന്റെയും നിന്റെയും ജീവിതത്തിൽ നിർജ്ജീവമായി കിടക്കുന്ന വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ ശബ്ദം പതിക്കാനിടയായാൽ, അവന്റെ വചനം പതിക്കാനിടയായാൽ, അത് എത്ര അവസ്ഥയിലായാലും, എത്ര നിർജ്ജീവമായ അവസ്ഥയിലായാലും, എത്ര നിശ്ചലമായ അവസ്ഥയിലായാലും, ഇനി ഒന്നും നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന അനുഭവത്തിലായാലും, എല്ലാം തകർന്നു, എല്ലാം തരിപ്പണമായി എന്ന് എഴുതി തള്ളിയ അനുഭവത്തിലായാലും, ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പറയട്ടെ, യേശുവിന്റെ ശബ്ദം നിന്റെ വിഷയത്തിന് ചലനം കൊടുക്കാൻ മതിയായതാണ്. തകർന്നു കിടക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി ഒരു വിടുതലുമായി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, the power of Jesus, the power of resurrection, the power of God, let it manifest tonight. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിർജ്ജീവമായി കിടക്കുന്ന, അനക്കമില്ലാതെ കിടക്കുന്ന, ശത്രു അടച്ചു വച്ചിരിക്കുന്ന, ശത്രു നശിപ്പിച്ചിട്ടിരിക്കുന്ന വിഷയങ്ങളിൽ മേൽ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഒരുപക്ഷെ നിന്റെ തലമുറയുടെ വിഷയമായിരിക്കും, ഒരുപക്ഷെ നിന്റെ കുടുംബത്തിന്റെ വിഷയമായിരിക്കും, ഒരുപക്ഷെ നിന്റെ വിദ്യാഭ്യാസത്തിന്റെ വിഷയമായിരിക്കും, അല്ല നിന്റെ ബിസിനസിന്റെ വിഷയമായിരിക്കും, നിന്റെ ജോലിയുടെ വിഷയമായിരിക്കും. Let it be your profession, let it be your business, let it be your family, let it be your children. ഏത് വിഷയമായാലും, ഏത് അവസ്ഥയിലായാലും ഇന്ന് രാത്രി യേശുവിന്റെ വചനത്തിന്റെ ശബ്ദം അതിന്മേൽ പതിക്കട്ടെ. In the name of Lord Jesus, in the name of Lord Jesus. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. എഴുതി തള്ളിയ ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഈ വചനം ശക്തിയോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നീ എഴുതി തള്ളിയതായിരിക്കാം, ഒരുപക്ഷെ ഡോക്ടർമാർ എഴുതി തള്ളിയതായിരിക്കാം, ഒരുപക്ഷെ കോടതി എഴുതി തള്ളിയതായിരിക്കാം, ഒരുപക്ഷെ നിന്റെ ബുദ്ധി എഴുതി തള്ളിയതായിരിക്കാം, ഒരുപക്ഷെ നിന്റെ മാതാപിതാക്കൾ എഴുതി തള്ളിയതായിരിക്കാം, ഒരുപക്ഷെ നിന്റെ മക്കൾ എഴുതി തള്ളിയതായിരിക്കാം. എന്നാലും ഇന്ന് രാത്രി ധൈര്യപ്പെട, ഇന്ന് രാത്രി ഉറപ്പ് പ്രാപിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. If you can believe, you are going to see the glory of God. If you can believe, you can see the glory of God. If you can believe, you can see the power of God. If you can believe, you can see the manifestation of the power of Jesus Christ tonight. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അമ്മ ചില വിഷയങ്ങളുടെ പുറത്ത്
നിരാശപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ പുറത്ത്, എഴുതി തള്ളിയ ചില വിഷയങ്ങളുടെ പുറത്ത്, ഒരിക്കലും ശരിയാകത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങളുടെ പുറത്ത്, ഇനി ഒന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങളുടെ പുറത്ത് ദൈവവചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. രക്തത്താൽ ക്ഷയമെടുക്കുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് കർത്താവേ, എഴുതി തള്ളിയ ചില വിഷയങ്ങൾ, എഴുതി തള്ളിയ ചില വിഷയങ്ങൾ, നടക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ, തകർന്നു കിടക്കുന്ന വിഷയങ്ങൾ, മുടിഞ്ഞു കിടക്കുന്ന വിഷയങ്ങൾ, വേരോടെ തകർന്നു കിടക്കുന്ന വിഷയങ്ങൾ, നാറ്റം വെച്ച വിഷയങ്ങൾ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ let us revive, let it revive, let it revive tonight. ഇന്ന് രാത്രി നിർജീവമായി കിടക്കുന്നു. ജീവൻ പകരട്ടെ, ജീവൻ പകരട്ടെ, ജീവൻ പകരട്ടെ. എന്റെ ദൈവമേ, ഇന്ന് രാത്രി ജീവൻ പകരട്ടെ. അമ്പല ജലമ, നിരാശകൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, പ്രയാസങ്ങൾ മാറട്ടെ. ഓ ജീസസ്, പ്രതികൂലങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ആമേൻ. ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, എന്നെ നിന്നെ വ്യക്തിപരമായി അറിയുന്ന ഒരു ദൈവത്തെ ഞാൻ വിളിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ എൻ്റെ ദൈവം പേര് ചൊല്ലി വിളിച്ച് എൻ്റെ വിഷയത്തെ തൊട്ട് വിടുവിക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി എഴുതി തള്ളിയ ചില വിഷയങ്ങളുമായി ഇവിടെ വന്നിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മ വീണ്ടും ശക്തമായി പ്രസ്താവിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ച് നിന്റെ വിഷയത്തെ എൻ്റെ ദൈവം ടച്ച് ചെയ്യാൻ പോകുകയാണ്, എൻ്റെ ദൈവം ഡീൽ ചെയ്യാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ എഴുതി തള്ളിയ ചില വിഷയങ്ങൾ ഇന്ന് രാത്രി എൻ്റെ ദൈവം ഇനി തൊടുമാറാകണമേ. ആമേൻ. എന്നിട്ട് അടുത്ത വാക്യം, നീ എനിക്കുള്ളവൻ തന്നെ. നീ എനിക്കുള്ളവൻ തന്നെ. നീ പലർക്കുള്ളവനാകല്ലേ, നീ എനിക്കുള്ളവൻ തന്നെ. ആവർത്തന പുസ്തകത്തിൽ എടുക്കണ്ട, നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ഡിട്രോണമി 6-ാം അധ്യായത്തിൽ നമ്മുടെ ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. ഈസ് എ ജലസ് ഗോഡ്. അതിന് എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം എന്നറിയാം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഭർത്താവ് പറയുന്നു, ഭാര്യ എനിക്കുള്ളതാണ്, ഇവൾ എനിക്കുള്ളവനാണ്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ പറയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, വേറെ ആർക്കും അവകാശമില്ലാത്ത ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആണത്. പ്രൈസ് ഗോഡ്. ഇസ്രായേലേ, യാക്കോബേ, നീ എനിക്കുള്ളവൻ എന്നല്ല പറഞ്ഞത്, നീ എനിക്കുള്ളവൻ തന്നെ. ഇന്ന് രാത്രി ഞാനും എൻ്റെ ദൈവമല്ലാതെ ഇതിനിടയ്ക്ക് മറ്റൊരുത്തനുമില്ല, മറ്റൊരുത്തിയുമില്ല, ഒരു വിഷയവുമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ദൈവം ആഗ്രഹിക്കുന്നു. നീയും നിന്റെ ദൈവവും മാത്രമുള്ള ഒരു ബന്ധം. നീ എനിക്കുള്ളവൻ തന്നെ. വേറെ ആർക്കും നിന്റെ ഇത് ഷെയർ ചെയ്യാനില്ല, നിന്റെ ഉടമസ്ഥത ഷെയർ ചെയ്യാൻ വേറെ ആർക്കുമില്ല, കർത്താവിന് മാത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് 4 പ്രോമിസുകൾ കൊടുക്കുകയാണ്. ഇന്ന് രാത്രി ആ പ്രോമിസിൽ ഉറയ്ക്കാൻ സാധിക്കുമെങ്കിൽ വന്നതുപോലെ നിങ്ങൾ മടങ്ങിപ്പോകത്തില്ല. 4 പ്രോമിസ് എന്നറിയാം. 2-ാം വാക്യം, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. 1. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. പിന്നെ നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. പിന്നെ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ചിന്തിക്കാൻ പറ്റും.
നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ, ദൈവത്തിന് സ്തോത്രം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ? വെള്ളത്തിൽ പിടിച്ചിട്ടാൽ മുങ്ങിച്ചാവത്തില്ല, തീ പിടിച്ചിട്ടാൽ കത്തിപ്പോകത്തില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ആ കണ്ടീഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ ആരാ? ചിന്തിച്ചു നോക്കി. നീ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകത്തില്ല, അഗ്നിജ്വാല ദഹിപ്പിക്കത്തില്ല. വെള്ളത്തിൽ കൂടെ കടന്നാൽ നദി നിന്റെ മേൽ കവിയത്തില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അവൻ ആരായിരിക്കും? ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. If there is a man like that, he is a superman. വെള്ളത്തിൽ പിടിച്ചാൽ മുക്കിയിട്ട് ചാവത്തില്ല, വെള്ളത്തിൻ്റെ നദി കൂടെ ഇട്ട് അത് മേത കൂടെ പോകത്തില്ല. പ്രൈസ് ഗോഡ്. തീ പിടിച്ചിട്ടാ വേഗത്തില്ല, അഗ്നിജ്വാലയിൽ കൂടെ കടന്ന ദഹിക്കത്തില്ല. പ്രൈസ് ഗോഡ്. അതാണ് ഒരു സൂപ്പർമാൻ. സാധാരണ മനുഷ്യർ വെന്തു പോകുമ്പോൾ, സാധാരണ മനുഷ്യർ മുങ്ങിപ്പോകുമ്പോൾ, പ്രൈസ് ഗോഡ്, നീ വെന്തു പോകത്തില്ല, നീ മുങ്ങിപ്പോകത്തില്ല. ഇന്ന് രാത്രി ഈ യേശുവുമായി ബന്ധം വന്നു കഴിഞ്ഞാൽ, ശരിയായ ദൈവവുമായിട്ട് യേശുവുമായിട്ട് ശരിയായൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ, ആമേൻ, പ്രൈസ് ഗോഡ്, എനിക്ക് പറയാൻ സാധിക്കും, ഐ ആം എ സൂപ്പർമാൻ. ഇന്ന് രാത്രി നിനക്ക് പറയത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നീ ഒരു സൂപ്പർമാൻ എന്ന് പറയത്തക്കവണ്ണം, ഞാൻ ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ, ഞാനൊരു സാധാരണക്കാരനല്ല, ഞാനൊരു അസാധാരണ വ്യക്തിയാണെന്ന് പറയത്തക്കവണ്ണം നിനക്കൊരു പദവി ഇന്ന് രാത്രി വാഗ്ദത്തം ചെയ്യുന്ന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇനി ആ പദവി ആർക്കാണ്? ഒന്ന്, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനായിരിക്കണം. അതിന് പിന്നെ സംശയമില്ല. നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ഒരു റോളുമില്ല. പ്രൈസ് ഗോഡ്. നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതാണ്. നമുക്കതിനകത്ത് വ്യക്തിപരമായിട്ട് ഒരു റോളുമില്ല. ഞാൻ ജനിക്കണ്ടെന്ന് വിചാരിച്ചാലും ജനിച്ചതാണ്. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചതിന് എനിക്ക് ഒരു റോളുമില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്നെ സൃഷ്ടിച്ച ദൈവം എന്നെ സൃഷ്ടിച്ചു എന്നല്ലാതെ എനിക്കതിനകത്ത് ഒരു റോളുമില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, എൻ്റെ തീയിൽ കൂടെ പോയാൽ വെന്തു പോകുന്ന സ്വഭാവം, എൻ്റെ വെള്ളത്തിൽ കൂടെ പോകുന്നാൽ മുങ്ങിപ്പോകുന്ന സ്വഭാവം, ഇതുപോലെയുള്ളൊരു സാധാരണ വ്യക്തിയായ എന്നെ ഒരു സൂപ്പർമാനാക്കി മാറ്റത്തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി സൃഷ്ടിയിൽ ഒതുങ്ങിയില്ല. സാധാരണ സൃഷ്ടിയിൽപ്പെട്ടവരെല്ലാം തീയിൽ കൂടെ കടന്നു പോയാൽ വെന്തു പോകുമ്പോൾ, ആമേൻ, വെള്ളത്തിൽ കൂടെ കടന്നാൽ മുങ്ങിപ്പോകുമ്പോൾ, ദൈവത്തിൻ്റെ സൃഷ്ടിയായിരുന്ന ഞാൻ, ദൈവം എന്നെ നിർമ്മിച്ചത് കൊണ്ട്, അവൻ എന്നെ ഫോം ചെയ്തത് കൊണ്ട്, ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ഞാനൊരു അസാധാരണ വ്യക്തിയായി. ഇന്ന് രാത്രി ദൈവം നിന്നെ സഹായിച്ചത് കൊണ്ട്, ദൈവം നിന്നെ അനുഗ്രഹിച്ചത് കൊണ്ട്, ദൈവം നിന്നെ സഹായിച്ച് അനുഗ്രഹിച്ച് നിന്നെ ഉദ്ധരിച്ചത് കൊണ്ട്, കഷ്ടങ്ങൾ കൂടെ കടന്നു പോയപ്പോൾ, പ്രയാസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ, പ്രതികൂലങ്ങളിലൊക്കെ കടന്നു പോയപ്പോൾ ഞാൻ നിലനിന്നു. ഇന്ന് നിലനിൽക്കുന്നത് അതുകൊണ്ടല്ലേ? പ്രതികൂലങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? പ്രയാസങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? ബുദ്ധിമുട്ടുകൾ ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മളെ നിലനിർത്തിയിരിക്കുന്ന ഒരു ആശയമുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊരു ഉടയവനുണ്ട്, എന്നെ സഹായിക്കാൻ കഴിവുള്ള ഒരുവനുണ്ട്. എൻ്റെ പ്രശ്നത്തിൽ കൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ പ്രശ്നത്തിൽ കൂടെ ഞാൻ വെന്തു പോകത്തില്ല, ഞാൻ മുങ്ങി പോകത്തില്ല. ഇന്ന് രാത്രി അങ്ങനെ അനുഭവങ്ങൾ എത്ര പേരുടെ വന്നിട്ടുണ്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഇപ്പോൾ എല്ലാവരും കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, പ്രൈസിലോട് പറയുന്നുണ്ട്, നല്ല ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, പ്രൈസ് ഗോഡ്, നല്ല കാറിലാണ് വന്നത്, ദൈവത്തിന് സ്തോത്രം, ബാങ്കിൽ കുറച്ച് പണമൊക്കെ ഉണ്ട്, നല്ല വീടുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും പ്രൈസ് ഗോഡ്, ചില പ്രശ്നങ്ങൾ ആലോചിച്ചാൽ, നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രശ്നത്തിൽ കൂടെ വേറെ വല്ലവരുമാണ് കടന്നു പോയിരുന്നതെങ്കിൽ ഇതുപോലെ സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു. പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനേക്കാൾ
ചെറിയ പ്രശ്നം വന്നവരൊക്കെയും ജീവനിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ജീവിതം മടുത്ത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇത്ര വലിയ പ്രശ്നവുമായിട്ട് നീ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്നെ നിർമ്മിച്ച ഒരുവനുണ്ട്. അവൻ എന്നെ സഹായിക്കുന്നു, അവൻ എന്നെ നിലനിർത്തുന്നു, അവൻ എന്നെ നടത്തുന്നു, അവൻ എന്നെ ഉയർത്തുന്നു, അവൻ എന്നെ സഹായിച്ച് എന്നെ അവൻ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് താണു പോകാതെ വീണു പോകാതെ നിലനിർത്തിയിരിക്കുകയാണ്. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. വീണ്ടും പാടാം. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ഓ നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോ, സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഉയർത്തില്ലെന്ന് ശത്രുഗണം ബാധിച്ചപ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിയപ്പോ, ഉയർത്തില്ലെന്ന് ശത്രുഗണം ബാധിച്ചപ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിയപ്പോ, പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ, കൃപ നൽകും ജയഘോഷം മുഴക്കിടുവാൻ. പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ, കൃപ നൽകും ജയഘോഷം മുഴക്കിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇത്രത്തോളം
ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയം തരണമേ. ജയമെടുക്കുകയാണ്, ജയമെടുക്കുകയാണ്. ഞങ്ങൾ ജയമെടുക്കുകയാണ്. നശിപ്പിക്കാൻ നിൽക്കുന്ന, മുടിക്കാൻ നിൽക്കുന്ന, അവ തകർക്കാൻ നിൽക്കുന്ന ദുഷ്ട ശക്തികളുടെ മേൽ കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഇന്ന് രാത്രി പോരുകൾ കഴിയട്ടെ. കർത്താവേ, നീ അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ, നീ വിടുതലിന്റെ ദൈവമാണല്ലോ. ഇന്ന് രാത്രി ജീവിതങ്ങളുടെ മേൽ നാളുകളായി ശത്രു കെട്ടി വച്ചിരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. നശിപ്പിക്കാൻ നിൽക്കുന്ന, മുടിക്കാൻ നിൽക്കുന്ന, തകർക്കാൻ നിൽക്കുന്ന, തലമുറകളെ തകർക്കാൻ നിൽക്കുന്ന, സമ്പത്തിനെ തകർക്കാൻ നിൽക്കുന്ന, ബിസിനസ്സുകളെ തകർക്കാൻ നിൽക്കുന്ന, കുടുംബ ജീവിതങ്ങളെ തകർക്കാൻ നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രി കെട്ടുകൾ അഴിയട്ടെ, പാരമ്പര്യ കെട്ടുകൾ അഴിയട്ടെ, ഔദ്യോഗിക കെട്ടുകൾ അഴിയട്ടെ, ജാതീയ കെട്ടുകൾ അഴിയട്ടെ, ദേശീയ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ I release the power of Jesus, the power of the Holy Spirit, the power of worship, the power of resurrection. Amen. Praise God. ഉയർപ്പിന്റെ ശക്തി യേശുവിന്റെ ശബ്ദത്തിൽ കൂടെ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസം കഴിഞ്ഞ ലാസറിന്റെ ശരീരത്തിൽ കൂടെ അങ്ങ് വ്യാപരിച്ചപ്പോൾ പാസ്റ്റർ MIP ഇങ്ങനെ പറഞ്ഞു, പടപടപടാന്ന് ഓരോന്നങ്ങ് ചലിക്കാൻ തുടങ്ങി. ഹാർട്ട് ചലിക്കാൻ തുടങ്ങി, ഹൃദയം, ലങ്സ് ചലിക്കാൻ തുടങ്ങി, കണ്ണ് ചലിക്കാൻ തുടങ്ങി, കാല് ചലിക്കാൻ തുടങ്ങി, കൈ ചലിക്കാൻ തുടങ്ങി. നിർജ്ജീവമായതിന് മുഴുവൻ അങ്ങ് ജീവൻ വെച്ചു. ഇന്ന് രാത്രി നിർജ്ജീവമായി കിടക്കുന്ന ചില അനുഭവങ്ങൾക്ക് ജീവൻ വെക്കട്ടെ, ജീവൻ വെക്കട്ടെ, ജീവൻ വെക്കട്ടെ. In the name of Lord Jesus of Nazareth, in the name of Lord Jesus of Nazareth. Oh Lord, the power of the Lord, the power of the Word of God. Oh Lord, you touch tonight. സ്പർശിക്കണമേ, സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ സ്പർശിക്കണമേ. പ്രശ്നങ്ങളെ സ്പർശിക്കണമേ, വേദനകളെ സ്പർശിക്കണമേ, ദുഃഖങ്ങളെ സ്പർശിക്കണമേ, നിരാശകളെ സ്പർശിക്കണമേ. ഓ ജീസസ്, ജീസസ്, ജീസസ്. ഒറ്റ നിമിഷം മരിച്ചവൻ പുറത്തു വന്നു. മാർത്തയുടെ ദുഃഖം തീർന്നു, മറിയയുടെ ദുഃഖം തീർന്നു, കരച്ചിൽ തീർന്നു. ഞാൻ പറയട്ടെ, കരഞ്ഞ കണ്ണുനീര് ഉണങ്ങുന്നതിന് മുമ്പാണ് മറുപടി കിട്ടിയത്. കണ്ണിൽ നിന്ന് ഒഴുകിയ ധാരധാരായി ഒഴുകിയ കണ്ണുനീർ ഉണങ്ങുന്നതിന് മുമ്പ് അവരുടെ പ്രശ്നത്തിൻ്റെ മറുപടി കൊടുത്ത യേശുവിൻ്റെ വചനത്തിൻ്റെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന നിന്റെ കരച്ചിൽ മാറ്റാൻ മതിയായതല്ലേ? നിന്റെ നെടുവീർപ്പ് മാറ്റാൻ മതിയായതല്ലേ? നിന്റെ നഷ്ടം മാറ്റാൻ മതിയായതല്ലേ? നിന്റെ കഷ്ടം മാറ്റാൻ മതിയായതല്ലേ? ഇന്ന് രാത്രി എത്ര വലിയ കഷ്ടമായാലും ഞാൻ ചോദിക്കട്ടെ, മരണത്തെക്കാൾ വലിയ കഷ്ടമുണ്ടോ? മരണത്തെക്കാൾ വലിയ കഷ്ടമുണ്ടോ? ഇല്ല. അതിൽ നിന്നും വിടിവിക്കാൻ യേശുവിൻ്റെ ശബ്ദത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഈ ഹോളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദം ചില വിഷയങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. പാറയെ തകർക്കുന്ന യേശുവിൻ്റെ വചനത്തിൻ്റെ ശബ്ദം, വനങ്ങളെ തോലിരിക്കുന്ന യേശുവിൻ്റെ വചനത്തിൻ്റെ ശബ്ദം, കാദേശ് മരുവിനെ നടുക്കുന്ന യേശുവിൻ്റെ വചനത്തിൻ്റെ ശബ്ദം, മാൻപടകളെ പ്രസവിക്കുമാറാക്കുന്ന യേശുവിൻ്റെ വചനത്തിൻ്റെ ശബ്ദം ഇന്ന് രാത്രി എനിക്കും നിനക്കും വേണ്ടി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് പിന്നെയും പറയുന്നു, എഴുതി തള്ളിയ വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി ദൈവം ഒന്ന് പ്രത്യേക സന്ദർശനം തരാൻ പോകുകയാണ്.
ഒരു വിഷയം ഒരു വിധത്തിലും നടക്കത്തില്ലെന്ന് പറഞ്ഞ, ഒരു വിധത്തിലും ശരിയാകത്തില്ലെന്ന് പറഞ്ഞ, അവൻ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് മറഞ്ഞു കിടക്കുന്ന അവൻ കല്ലറയ്ക്ക് പുറകില്, കല്ലിന് പുറകില്, കല്ലറയ്ക്കകത്ത് നാറ്റം വെച്ച പോലെ കിടക്കുന്ന ചിലതിനെ പൊക്കിയെടുത്ത് ജീവനോടെ നിർത്തിയ ലാസറിന് മേൽ വ്യാപരിച്ച ശക്തി ഇന്ന് രാത്രി ചില വിഷയങ്ങളുടെ പുറത്ത് വ്യാപരിക്കുന്ന രാത്രിയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി സംസാരിക്കുന്നു. എഴുതി തള്ളിയ വിഷയവുമായി ഇന്ന് രാത്രി ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷയത്തെക്കുറിച്ച് പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഇന്ന് രാത്രി മടങ്ങി പോകുക. ദൈവത്തിന്റെ സ്പർശനം, യേശുവിന്റെ വചനത്തിന്റെ സ്പർശനം അതിന്മേൽ വരുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയ. തീയിൽ കൂടെ കടന്നാൽ ദഹിപ്പിക്കത്തില്ല, അഗ്നിജ്വാല നിന്നെ വെന്ത് പോകാൻ സമ്മതിക്കത്തില്ല, വെള്ളത്തിൽ കൂടെ കടന്നുമ്പോൾ അതിന്മേൽ കവിയത്തില്ല. എത്ര പ്രശ്നങ്ങൾ വന്നല്ലേ ജീവിതത്തിൽ. എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നം കണക്കില്ല, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നം കണക്കില്ല. പക്ഷെ വെന്തുപോയോ, ചാരമായോ, മുങ്ങിപ്പോയോ, ഇപ്പോഴും നിൽക്കുന്നില്ലേ? ഇത് തന്നെ തെളിവല്ലേ എനിക്ക് എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന്. ഇനിയും സഹായിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞ, എനിക്കിനി ജീവിക്കണ്ടെന്ന് പറഞ്ഞ സമയമില്ലേ? എനിക്ക് ഈ ബാലൻ്റെ മരണം കാണണ്ടെന്ന് ഹാഗാർ പറഞ്ഞതുപോലെ പറഞ്ഞ സമയമില്ലേ? പക്ഷെ അവിടെ എന്ത് ചെയ്തു? അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളവും ഒരപ്പവും തീർന്നപ്പോൾ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇസ്മായിലിനെ കൊണ്ടുപോയി കുറുങ്കാട്ടിൻ്റെ തണലിലിട്ടു. മാറിയിരുന്ന്, ഒരു അമ്പിൻപാട് ദൂരത്ത് മാറിയിരുന്ന് ആ മാതാവ് കരയുകയാണ്, എനിക്ക് ബാലൻ്റെ മരണം കാണണ്ട. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഹാഗാരേ, പ്രൈസ് ഗോഡ്, ഹാഗാരേ, ബാലന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്റെ നിലവിളി, നിന്റെ കുഞ്ഞിന്റെ നിലവിളി, നിന്റെ മകന്റെ നിലവിളി, നിന്റെ മകളുടെ നിലവിളി കേൾക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് വചനം പറയുന്നു. പ്രൈസ് ഗോഡ്. പിന്നെ സംഭവിച്ചത് നമുക്കറിയാം. ദൈവം ഹാഗാറിന്റെ കണ്ണ് തുറന്നു. അവിടെ ആ മരുഭൂമിയിൽ ഒരു നീരുറവ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എഴുതി തള്ളല്ലേ, ഒരു വിഷയവും എഴുതി തള്ളല്ലേ. മരുഭൂമിയാണെന്ന് വിചാരിക്കല്ലേ. ഇവിടെ പുഴയില്ല, കുളമില്ല, വെള്ളമില്ല, നദിയില്ല, ഒന്നുമില്ല. ഈ വരണ്ട ദേശത്ത് ഞാൻ ദാഹിച്ച് ചാകുമെന്ന് വിചാരിക്കല്ലേ, പേടിക്കല്ലേ. ആ മരുഭൂമി ഒരു നീരുറവ ഇന്ന് രാത്രി തുറക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഈ ജനുവരി മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ മരുഭൂമി പോലുള്ള അനുഭവങ്ങൾ കൂടെ ഇന്ന് രാത്രി ഇവിടെ കറങ്ങി തിരിഞ്ഞെത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ ആയിരിക്കുന്ന മരുഭൂമിയിൽ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നിനക്ക് വേണ്ടി ദൈവം ചില നീരുറവുകൾ തുറക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങളുടെ മരുഭൂമിയിലെ വരണ്ട അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ചില നീരുറവുകൾ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. Praise God. Hallelujah. എങ്ങനെ തുറക്കുമെന്ന് എനിക്കറിയാം. ഇന്ന് വൈകിട്ട് എൻ്റെ ഒരാൾ പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. പറഞ്ഞെങ്ങനെയാണ്? ദൈവത്തെ സ്തോത്രം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞു, ഇന്നലെ അല്ല, കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു ദിവസം 3 നേരം പ്രാർത്ഥിക്കണം. രാവിലെ പ്രാർത്ഥിക്കണം, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കണം, വൈകുന്നേരം പ്രാർത്ഥിക്കണം. 3 നേരം പ്രാർത്ഥിക്കണം. ഇതിൻ്റെ വിഷയത്തിന് മാറ്റമുണ്ടാകും. ഈ കുടുംബം അതങ്ങ് ഏറ്റെടുത്ത് 3 നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രത്യേകിച്ച് വലിയ വരുമാനമില്ലാതെ ഭയങ്കര ഘട്ടത്തിൽ ജീവിക്കുന്ന കുടുംബമാണ്. പ്രൈസ് ഗോഡ്. ആ കുടുംബത്തിൽ തൻ്റെ ഭാര്യയ്ക്ക് ഒരു LICയുടെ പോളിസി ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ അടുത്ത ദിവസം ഇന്നലെ സ്വിറ്റ്സർലൻഡിൽ നിന്നൊരു ലീവിന് വന്നൊരു കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇവരെ പിടിച്ച് കണ്ടുപിടിച്ചിട്ട് 15 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തോളാം. 15 ലക്ഷത്തിൻ്റെ ഒരു പോളിസി എത്ര കിട്ടും? എൻ്റെ വരുമാനം കിട്ടുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കൾ, ഇതാ നീരുറവ തുറക്കുക എന്ന് പറഞ്ഞ ഇതാ. നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നീ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങണ്ട. നിന്റെ വീട്ടിൽ കഷ്ടവും പ്രയാസവും പ്രതികൂലവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്പോട്ടിൽ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവം ഒരു നീരുറവ തുറക്കുന്നത് കണ്ട് നീ ദൈവത്തെ സ്തുതിക്കാനിടയായി തീരും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്, നീരുറവ തുറക്കുമെന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അടുത്ത ചൊവ്വാഴ്ച ഇവിടെ വീണ്ടും പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുൻപ് ഒരു നീരുറവ എനിക്ക് വേണ്ടി എന്റെ ദൈവം തുറന്നു എന്ന് കണ്ട് സ്തോത്രം പറയാനിടയാകും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം 43:3.
നിന്റെ ദൈവവും ആ. ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. മതി. നിന്റെ രക്ഷകൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 40 മുതൽ 5 മുതൽ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. പടിഞ്ഞാറ് നിന്നെ ശേഖരിക്കുകയും നിനക്ക് മാത്രമല്ല നിന്റെ മക്കൾക്കും അനുഗ്രഹമുണ്ട്. ഇന്ന് രാത്രി ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രി നമ്മളെ മാത്രമല്ല നിന്റെ സന്തതിയെയും അനുഗ്രഹിക്കും. ഇന്നായിരിക്കുന്ന പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ പ്രതികൂലം എനിക്കറിയത്തില്ല. എന്നാൽ ആ അനുഭവത്തിൽ നിന്ന് വിടുവിക്കാനൊരു ദൈവമുണ്ട്. നിങ്ങൾ തീയിൽ കൂടെ കടന്നു പോകുന്ന അനുഭവമാണെന്ന് വിചാരിച്ചോ, ദഹിക്കത്തില്ല, വെന്തു പോകത്തില്ല. വെള്ളത്തിൽ കൂടെ കടന്നു പോകുന്ന അനുഭവമാണെന്ന് വിചാരിച്ചോ, നദി നിന്റെ മേൽ കവിയുകയില്ല. നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്റെ സൃഷ്ടാവ്, പരിശുദ്ധനായ ദൈവം യേശു നിനക്ക് പ്രൈസ് ഗോഡ് തണലാണ്, താങ്ങാണ്. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. ഒരു നിമിഷം ഇന്ന് രാത്രി പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഏത് വിഷയത്തിൽ ഭാരപ്പെട്ട് നിങ്ങളോട് വന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു പക്ഷേ കടഭാരത്തിൽ ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നിട്ട്, അല്ലെങ്കിൽ പ്രൈസ് ഗോഡ് കടക്കാരൻ വീട്ടിൽ വന്ന് ശല്യപ്പെടുത്തിയിട്ട്, പ്രൈസ് ഗോഡ് ചിലപ്പോൾ സാമ്പത്തിക വിഷയത്തിൽ മാത്രമല്ല, രോഗത്തിൻ്റെ വിഷയത്തിൽ, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ചില വിഷയത്തിൽ, പരീക്ഷ, അവരുടെ വിദ്യാഭ്യാസം, ചിലപ്പോൾ അവരുടെ വിവാഹ വിഷയത്തിൽ, ചിലപ്പോൾ പണിതീരാത്തൊരു വീടിൻ്റെ വിഷയത്തിൽ, ചിലപ്പോൾ പ്രൈസ് ഗോഡ് പൊളിഞ്ഞുപോയ ബിസിനസ്സിൻ്റെ വിഷയത്തിൽ, ചിലപ്പോൾ നഷ്ടപ്പെട്ട ജോലിയുടെ വിഷയത്തിൽ, ചിലപ്പോൾ പുറകോട്ട് പോയ ആത്മീയത്തിൻ്റെ വിഷയത്തിൽ, ഏതിലാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം കാണും. നിന്റെ രക്ഷകൻ, നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്നെ നിർമ്മിച്ചവൻ, പ്രൈസ് ഗോഡ്, നിന്റെ സൃഷ്ടാവ് യേശു നിന്നെ സഹായിക്കും. കർത്താവേ, ഞാൻ ഒരു വിഷയത്തിൽ ഭാരപ്പെട്ട് ഇന്നിവിടെ വന്നിരിക്കുന്നു. എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥനാ വിഷയമുള്ളവർക്ക് കരമുയർത്താം. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. രണ്ടുപേര് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടെന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളെ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ഉത്തരമില്ലാതെ ദുഃഖിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വിഷയം ഇന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം തന്നേ പറ്റൂ. കർത്താവേ, നീ പേര് ചൊല്ലി എന്നെ വിളിച്ച് വിടുവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ കരം ഉയർത്തിയാട്ട് പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്ന പ്രാർത്ഥന എന്നോടുകൂടെ അവിടെ ഇരുന്നു കൊണ്ട് നിന്ന് ചെല്ലാമോ? കർത്താവായിരിക്കുന്ന യേശുവേ, ഇന്ന് രാത്രി അവിടുത്തെ പാദപീഠത്തിലേക്ക് ഞാൻ അടുത്തു വരുന്നു. എൻ്റെ വേദനകൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ കഷ്ടങ്ങൾ, എൻ്റെ നഷ്ടങ്ങൾ, എൻ്റെ യാതനകൾ നീ അറിയുന്നല്ലോ. ഇന്ന് രാത്രി യേശുവേ എന്നെ സഹായിക്കണമേ, മനസ്സലിയണമേ. എൻ്റെ ഉടമസ്ഥാവകാശം നിനക്കാണ്. യേശുവേ, ദാവീദ് പുത്ര, കൃപ തോന്നണമേ, കരുണ തോന്നണമേ. എൻ്റെ വിഷയത്തിൽ ഒരു മാറ്റം, ഒരു വ്യത്യാസം, ഒരു പരിഹാരം തരുമാറാകണമേ. നാറ്റം വെച്ച 4 ദിവസമായ ലാസറിൻ്റെ മൃതശരീരം പോലെ ഒരു വ്യത്യാസവുമില്ലാതെ, ഒരു പ്രത്യാശയുമില്ലാതെ, ഒരു മാറ്റവും വരാത്ത ഈ വിഷയത്തിന്മേൽ ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട ദൈവശബ്ദം, വചനത്തിൻ്റെ ശബ്ദം ഞങ്ങളോട് ഇടപെടണമേ. യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവ്, യേശു ക്രിസ്തു എൻ്റെ കർത്താവ്, യേശു ക്രിസ്തു എൻ്റെ രക്ഷകൻ, യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരകൻ ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, ഇന്ന് രാത്രി എൻ്റെ ഉള്ളത്തിലേക്ക് വരണമേ. നീ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഗതികളെ ഇന്നു മുതൽ നിയന്ത്രിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളടിച്ച് ദൈവത്തെ അല്പസം ആരാധിക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവ് ദൈവമേ, എത്ര ബുദ്ധിമുട്ടുള്ള വിഷയമായാലും, എത്ര പ്രയാസമുള്ള വിഷയമായാലും, I take full authority in the name of Lord Jesus of Nazareth. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ചങ്ങലകൾ പൊട്ടട്ടെ, വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവമാന്റെ കർത്താവ് നമ്മെ സഹായിക്കും.